ഇതെന്താ തീരാത്തെ? കുറെ നേരായല്ലോ. ഇതാ ഞാൻ ഈ നസ്രാണികളുടെ കല്യാണത്തിന് വരാത്തെ. ഇങ്ങനെ നിർത്തി വെറുപ്പിച്ച് കളയും. അതൊക്കെ നമ്മുടെ കല്യാണം. അങ്ങോട്ട് ചെല്ലുക, താലി എടുത്ത് കെട്ടുക, മാല ഇടുക, പെണ്ണിനെ വിളിച്ചോണ്ട് 3 റൗണ്ട് ഓടുക. പക്ഷെ അവിടെ തീർന്നില്ലേ? പിന്നെ ഫുൾ പച്ചക്കറി അല്ലേ? കാളനും ഓലനും അവിയലും സാമ്പാറും. ഇവിടെ അങ്ങനെ വല്ലതും ആണോ? ഇന്ന് പൊളിക്കല്ലേ നമ്മള്? എന്റെ അളിയ, അത് ഓർക്കുമ്പോഴേ ഈ വെയിറ്റിങ്ങിനൊക്കെ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാരും ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ഒറ്റയ്ക്കുള്ളോ? നിന്റെ ഒന്നും കെട്ടിയമാരും പിള്ളേരൊന്നും വന്നില്ലേ? അല്ല പൂത്ത, നിനക്കിതൊന്നും വേണ്ടേ? നമ്മുടെ കൂട്ടത്തിൽ നീ മാത്രമാണ് ഇങ്ങനെ പെരനിറഞ്ഞ് നിൽക്കുന്നത്. അതിന് ഇവനെ പറഞ്ഞ സമയം. ഇവനങ്ങ് കിഴക്ക് മലയിൽ ഏതോ തോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലേ. ന്യൂ ജനറേഷൻ ആദം. അതെ, തോട്ടം പുള്ളി സെറ്റപ്പ് ആയിട്ടേ മച്ചാൻ കെട്ടത്തുള്ളൂ. അതൊക്കെ ഇവന്റെ അനിയൻ ഉണ്ണി. വയസ്സ് 22 തികയും മുമ്പ് കൂടെ പഠിച്ചൊരു പെങ്കൊച്ചിനെയും കെട്ടി ദേ ഇപ്പൊ യൂറോപ്പിൽ സെറ്റിൽ ആയിരിക്കുക. ഇവൻ ആ തോട്ടത്തിലെ ആട്ടാടയും കൊണ്ട് ഇപ്പോഴും നടക്കുക. നിന്റെയൊക്കെ ലോകം ഇവിടെ ഫോർട്ട്